കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ടാറ്റ കൺസൾട്ടൻസിയെ ഒഴിവാക്കിയത് സിംഗിൾ ബിഡർ ആയതുകൊണ്ടാണെന്ന മന്ത്രി വാസവന്റെ വാദം പച്ചക്കള്ളമെന്ന് രമേശ് ചെന്നിത്തല. ഏക ബിഡറായാലും അനുവദിക്കാം എന്ന കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ടാറ്റ കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഈ കരാറ് ദിനേശ് പി ഡി സഹകരണ സംഘത്തിന് നൽകണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് സഹകരണ വകുപ്പും മന്ത്രിയും ഗവൺമെന്റും പ്രവർത്തിച്ചത്. 3 ഇരട്ടി ചെലവിൽ ദിനേശ് പി ഡി സഹകരണ സംഘത്തിന് കോൺട്രാക്ട് നൽകാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഏതാണ്ട് 700 കോടി രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പുറത്തു വന്നത്. സാമ്പത്തിക ബിഡ് വിലയിരുത്തലിലെ അപാകതകൾ എന്നിവയെല്ലാം ചേർന്ന് ഈ ടെൻഡർ ദിനേശ് പി ഡി സഹകരണ സംഘത്തിന് വേണ്ടി മാത്രം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഈ കരാറ് ദിനേശ് പി ഡി സഹകരണ സംഘത്തിന് സഹകരണ വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നത്. ആരോപണം കടുപ്പിക്കുകയാണ് ചെന്നിത്തല. ഇന്നിപ്പോൾ ഷഫീഖ് നസ്രുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, ഇന്ന് ചെന്നിത്തല ആ ആരോപണം കടുപ്പിച്ചുകൊണ്ട് പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്നു. കാസർഗോഡ് വെച്ച് എന്താണ് പറഞ്ഞത്? കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കാൻ പദ്ധതിയിൽ നിന്ന് ടാറ്റ കൺസൾട്ടൻസിയെ ഒഴിവാക്കിയത് സിംഗിൾ ബീഡർ ആയതുകൊണ്ടാണ് എന്നാണ് മന്ത്രി വാസവൻ പറഞ്ഞിരുന്നത്. ഈ വാദം പച്ചക്കള്ളമാണ് എന്നാണ് രമേശ് ചെന്നിത്തല കാസർഗോഡ് ആരോപിച്ചു. ഈ ടാറ്റ കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഏക ബിഡർ എന്ന ന്യായത്തിൽ ഒഴിവാക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഈ പദ്ധതിയുടെ 2ാം ഘട്ട ടെൻഡറിലും ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. ടെൻഡർ രേഖകൾ പ്രകാരമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ചെന്നിത്തല ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരുന്നത്. ഇതിൽ കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇനി അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം മെയിലാണ് കോടതി ഇത് പരിഗണിക്കുക. ഗുരുതരമായ അഴിമതി നടന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതി ഇത്തരത്തിൽ ഒരു സ്റ്റേ നടപടിയിലേക്ക് നീങ്ങിയത് എന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. 280 ശാഖകൾ പൈലറ്റ് ഘട്ടം എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കിയിരുന്നത്. പിന്നീടാണ് കേരളത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലും സോഫ്റ്റ്വെയർ നടപ്പിലാക്കൽ എന്ന രൂപത്തിലേക്ക് കരാർ മാറ്റിയത്. ഈ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ, ട്രെയിനിങ്, മെയിന്റനൻസ്, ടെക്നിക്കൽ സപ്പോർട്ട് എന്നിവ 7 വർഷം നൽകുന്ന രൂപത്തിലാണ് പുതിയ ടെൻഡർ ഉണ്ടാക്കി. ഈ പദ്ധതിയുടെ 2ാം ബിഡിലും ഒത്തുകളി നടന്നു എന്ന് ദിനേശ് സഹകരണ സംഘത്തെ ഇത് ഏൽപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ഒത്തുകളിച്ചു എന്ന ആരോപണവുമായാണ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ദിനേശ് സഹകരണ സംഘത്തെ സമർപ്പിച്ചത് കുറഞ്ഞ തുകയിൽ കോട്ട് ചെയ്ത മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സർക്കാർ ബോധപൂർവം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന വിവരവും രമേശ് ചെന്നിത്തല പുറത്തു വരുന്നുണ്ട്. 4415 ബാങ്കുകൾക്ക് സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചിരുന്നത്. എന്നാൽ ദിനേശ് സഹകരണ സമർപ്പിച്ചത് 280 ശാഖകളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനുള്ള കൊട്ടേഷനാണ്. അതിൽ 49.9 കോടി രൂപയുടെ ബിഡാണ് നൽകിയിരുന്നത്. എന്നാൽ മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി നൽകിയത് 4415 ശാഖകളിലും സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് കൊട്ടേഷനാണ്. അങ്ങനെ 231.7 കോടി രൂപയാണ് അവർ നൽകിയത്. ഷഫീഖ് നസ്രുള്ളയാണ് കാസർഗോഡ് എന്ന വിശദാംശങ്ങൾ നൽകിയത്.